നമസ്കാരം. ഉച്ചവരെയുള്ള വാർത്തകൾ അറിയാം. പ്രധാന വാർത്തകൾ. കണ്ണൂർ പയ്യാമ്പലത്ത് CPM നേതാക്കളുടെ സ്മൃതി കുടീരത്തിൽ അതിക്രമം. പോളിഷ് പോലുള്ള ദ്രാവകം ഒഴിച്ച് വികൃതമാക്കി. അതിക്രമം കോടിയേരി നായനാർ, ചടയൻ ഗോവിന്ദൻ എന്നിവരുടെ സ്മൃതി കുടീരത്തിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടങ്ങി. കൊല്ലത്തെ ഇടത് സ്ഥാനാർത്ഥി എം മുകേഷ് പത്രിക നൽകി. വിജയം ആദ്യ ദിനം തന്നെ ഉറപ്പിച്ചെന്ന് മുകേഷ്. കാസർഗോഡ് പത്രിക സമർപ്പിച്ച് NDA സ്ഥാനാർത്ഥി. കോഴിക്കോട് പയ്യോളിയിൽ അച്ഛനും 2 പെൺമക്കളും മരിച്ച നിലയിൽ. അയനിക്കാട് സ്വദേശി സുമേഷ് മരിച്ചത് ട്രെയിൻ തട്ടി. മക്കൾ വീടിനുള്ളിൽ മരിച്ച നിലയിൽ. ഇടുക്കിയിൽ വീണ്ടും കാട്ടാന ആക്രമണം. സിംഗുകണ്ടത്ത് ചക്കക്കൊമ്പൻ പള്ളിയുടെ സുരക്ഷാ വേലി തകർന്നു. ദേവികുളത്ത് പടയപ്പ കൃഷി നശിപ്പിച്ചു. തൃശൂർ അതിരപ്പള്ളിയിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ കാട്ടാന. ക്രൈസ്തവർ പെസഹ ആചരിക്കുന്നു. പാദങ്ങൾ കഴുകി പള്ളികളിൽ കാൽകഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനകളും. കേരളത്തിൽ വൈദ്യുതി ഉപഭോഗം കുതിച്ചുയർന്നു. ഇന്നലെ സർവകാല റെക്കോർഡിലെത്തി. സംസ്ഥാനത്തെ 10 ജില്ലകളിൽ താപനില ഉയരും. IPL-ൽ ഇന്ന് രാജസ്ഥാൻ ഡൽഹി പോരാട്ടം. മത്സരം രാത്രി 7:30 ജയ്പൂരിൽ. ജയം തുടരാൻ രാജസ്ഥാൻ. ആദ്യ ജയം തേടി ഡൽഹി.